ടു ബാക്ക് അവർ യൂട്യൂബ് ചാനൽ കരാട്ടെ കിഡ്സ്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഒരു കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് ടൈം ഒരു ലോങ് വീഡിയോയ്ക്കാണ്. ലോങ് വീഡിയോ എടുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഇതിലെ കണ്ടന്റ് ഒന്നും ഇല്ല. അപ്പോൾ വിചാരിച്ച് ഞങ്ങളുടെ മേലത്തെ റൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നല്ല നീല പ്രിൻ്റ് അടിച്ച കുട്ടപ്പനൊക്കെ ഡോറാണ്. ഡോറിൽ 2 സ്റ്റിക്കേഴ്സ് വെൽക്കം ചെയ്യാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ടല്ലോ ചിലപ്പോൾ ഞാൻ അമ്മ കണ്ടിട്ട് ചീത്ത പറഞ്ഞു ഞാൻ പറിച്ചെടുക്കാൻ നൈസായിട്ട് പറിച്ചെടുക്കാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഇതാ ക്രൂ കണ്ടില്ല, ഇവിടെ ഒക്കെ കുഞ്ഞ് ഗ്യാപ്പ് ഇട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കിടക്കാം. ശരി, യെസ് ഗായ്സ്, അങ്ങനെ ഇതാണ് നമ്മുടെ പ്ലേ റൂം. നേരെ കയറി ചെല്ലുമ്പോൾ കുറേ പാക്കോട്ടുള്ളിരിക്കില്ലേ, അതൊക്കെ ഒരു മിസ്റ്റീരിയസ് ആണ്. അതിനാണ് നമുക്ക് ഈ സൈഡിലേക്കുള്ള ഒരു വാളിലേക്ക് തിരിക്കാം. അങ്ങോട്ട് തിരിയും നമുക്ക് ഡോർ തുറന്നാൽ ഇപ്പുറത്തായിട്ട് ഇതുണ്ടല്ലോ. ഇതെന്താ ഇങ്ങനെ ഈ ചുമരാൽ കുളുത്തായിട്ടിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഉണ്ണി, അതായത് മിന്നിമോളെ ഒരു മഴവിൽ വരച്ചതാണ് ഇപ്പുറത്ത് ഇങ്ങനെ കാണുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ, പക്ഷെ മഴവിൽ ആയില്ല, വേറെ എന്തൊക്കെയായി. അപ്പോൾ അത് ഒന്ന് വൃത്തികേടൊന്ന് മാറ്റാൻ വേണ്ടി ഇവിടെ ഒരു ലവ് വലുത് വരച്ചിട്ട് എമ്മ കൊടുത്തു. പിന്നെ ഈ ഒരു ചിത്രമൊക്കെ വരച്ച് പിന്നെ ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഉണ്ടാക്കി. ഇതെന്ന് പറയുന്നത് ഈ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടുമ്പോൾ ഒരു പേജ് ഉണ്ടാവുമല്ലോ, ആ പേജ് അതിൻ്റെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് സ്റ്റിക്കേഴ്സ് എടുത്ത ഗ്യാപ്സ് ഉണ്ടാവും. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ടുള്ളതാണ്. ഇതിൽ 1 2 3 4 5 6 എണ്ണത്തിൽ നിങ്ങൾക്ക് ഞാൻ വരച്ചതിൽ ഏറ്റവും കൂടുതൽ ഏത് ഇഷ്ടമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. കളറിൽ വേറെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ മെർമെയ്ഡുകൾ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ അക്കൗട്ടിനൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഡാഡിയുടെ പെട്ടി തന്നെയാണ്. ഇതിൽ നമ്മുടെ കുറച്ച് ഒറ്റ സാധനങ്ങളൊക്കെ ഇല്ലേ, മീൻസ് കളയാളത് അല്ലെങ്കിൽ ഇവിടെ ഒന്നും വെക്കാൻ കൊള്ളില്ലാത്ത സാധനങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ, അതൊക്കെ ഞങ്ങൾ ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പെട്ടി തുറന്നില്ല, കാണിച്ചിട്ടില്ല. ഞങ്ങൾ മുന്നേ തന്നെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ നിറച്ച് പാവക്കുട്ടികളാണ്. പാവക്കുട്ടികളുടെ ഒരു മേളം തന്നെ. ഇതൊന്നുമല്ല, കുറച്ചും കൂടി ഉണ്ടായിരുന്നു താഴത്ത് ഷെൽഫിൻ്റെ ഉള്ളിലെല്ലാം തിരികെ വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ മിനിമോളുടെയും പാവക്കുട്ടികളാട്ടോ. അപ്പോൾ ഇതിലവിടെ കുരങ്ങിരിക്കുക നമ്മുടെ കൊട്ടാരത്തിൻ്റെ മേലെ കട്ടുകൊണ്ടുള്ള കൊട്ടാരം. ഇത് എയറോപ്ലെയിൻ. ഇത് മുന്നേ ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടണേ അത്ര കാലൊന്നും ഓടില്ല. പിന്നെ ഇവിടെ നമ്മുടെ കയറ്റ സ്കൂട്ടറുണ്ട്. നിങ്ങൾക്ക് ആർക്കും വരെ അങ്ങനെ അറിയണ്ടാവില്ല. ഇവനെ അവിടെ പൊള്ളിയാട്ടോ, ചാർജർ കാണാണ്ടായി. പക്ഷേ അത് കഴിഞ്ഞ് ഇവനിപ്പോൾ ചാർജർ ഇടാനും പറ്റുന്നില്ല. എന്താ അവസ്ഥ. ഒരു ദിവസം ഇവൻ്റെ ചാർജർ ഞങ്ങൾ കണ്ടെത്തു എന്തായാലും. അപ്പോൾ ഇവൻ വീണ്ടാവും അല്ലേ. പിന്നെ ചീട്ടുണ്ട് നമുക്ക് ഇവിടെ. പിന്നെ ഇവിടെ ഒക്കെ കുറച്ച് സ്റ്റിക്കേഴ്സ് ആട്ടോ, ദി ക്രൂവിൻ്റെ. പിന്നെ ഒരു സ്മൈലി എവിടെ നിൽക്കോ എൻ്റെ ഇടയിൽ എന്തിനൊരു സ്മൈലി ഒട്ടിക്കണം. ഇനി സംസാരിക്കുന്നത് ഇച്ചിരി ഓവറാവുന്നുണ്ടോ എന്നൊരു സംശയം. പിന്നെ ഇത് ഭാവിയിലൊരു റൂമാക്കുന്നത് കാരണം ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂം ഞാൻ കാണിച്ചിട്ടില്ല. ബാത്റൂമൊക്കെ നല്ല രസമുള്ള ബാത്റൂം തന്നെയാണ്. ഈ ബാത്റൂം അങ്ങനെ ആരും യൂസ് ചെയ്യുന്നില്ല, കണ്ടില്ലേ. നേരൊന്നും ഇതാക്കിയിട്ടൊന്നും കാണിച്ചിട്ടില്ല. നല്ല രസമുള്ള ബാത്റൂമാണ്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ താഴത്തെ സ്റ്റഡി ടേബിൾ. ഈ സ്റ്റഡി ടേബിൾ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊരു കമ്പ്യൂട്ടർ ഇരിക്കുന്നുണ്ട്, CPU ഉണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വേറെ കുറേ പാവക്കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവരൊക്കെ രണ്ടാളും മേ ബി നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് എനിക്ക് വിചാരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാട്ടോ മമ്മിയുടെ വാർത്ത. നമ്മുടെ ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയറണോ ഒന്ന് കയറാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം ഞാൻ എന്തായാലും ക്യാമറ കൊണ്ടൊന്ന് കയറി നോക്കട്ടെ. ഈശ്വര, ഇതാണ് ഇതിൻ്റെ ഉള്ളൊരാൾ. ആരാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? ആരാ? നമ്മുടെ കൊക്കുകുട്ടനാണ്. കൊക്കുകുട്ടൻ. ഈശ്വര, അതിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറേണ്ട പാട് അതൊരു 1.5 പാടാണ്. ഇത്ര സ്പേസ് ഉള്ളൂ. അത് കാരണം ഇനി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ടെൻറ്റ് പൊട്ടിപ്പോവും. സോ ഞാൻ കയറുന്നില്ല. അപ്പോൾ ഇനി നമുക്കിനി കല്ലുകൾക്ക് ഇടല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം. പിന്നെ ഈ അറ്റത്ത് കുറേ കല്ലുകളൊക്കെ ഉണ്ട്. ഇതിൽ ഞങ്ങളുടെ സ്ഥലങ്ങൾ ഞങ്ങൾ തന്നെ നിറച്ച് വെച്ചിട്ട് അൽക്കുലത്ത് നല്ല കളികളായിരുന്നു ഒരു 2 കൊല്ലം മുന്നേ, 1 കൊല്ലം മുന്നേ. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ റൂം കിട്ടിയതോടെ ഈ റൂമിൻ്റെ അവസ്ഥ വളരെ ഭീകരമായി ഗൈസ്, വളരെ ഭീകരം. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ 2 ഇൻവിറ്റേഷൻ കാർഡ്സ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു. മെറീല ക്രൂസിൻ്റെയാണ്. അതൊക്കെ ഇവിടെ എടുത്തിട്ട് ഇവിടെ വെക്കുക, പോവുക. പിന്നെ നമ്മുടെ കോക്കിൻ്റെ പാത്രം. ഇതിലൊരു എന്താണ് ഈ ബോർഡുകളൊക്കെ ഇല്ലേ, ബോർഡുകളൊക്കെ വെക്കണത് ഒരു കോമ്പസ് ഉണ്ട്, വേണം ഗിവ് അവേ ചെയ്യാം ഗൈസ്, ഗിവ് അവേ ചെയ്യാം.
പെയിൻറ്റ് കുഞ്ഞു സാധനം ഉണ്ട്, മാർക്കറൊക്കെ ഉണ്ട്. മാർക്കർ ഇല്ല, ഇത് പെയിൻറ്റ് അടിക്കാൻ വെച്ചാൽ ബോട്ടിലാണ്, ഇതൊന്ന് അരച്ചു തുടങ്ങി. അങ്ങനെ ഇവിടെ കുറേ സ്കെച്ചും, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ലൈഫ് ജാക്കറ്റ് നീതിൽ പഠിക്കാൻ വേണ്ടി പോപ്പിച്ച് കൊടുക്കണം കേട്ടോ. നീതിൽ ഇതുവരെ പഠിച്ചിട്ടില്ല, എന്തിനാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നേരത്തെ പറഞ്ഞത് ഇത് വെച്ചിട്ടാട്ടോ ഗൈസ് ഞാൻ പെയിൻറ്റ് ചെയ്തത്. ശരി, ഇതൊക്കെ പൊട്ടി പലിശയില്ലോ. ഞാൻ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം ഓപ്പണായിട്ട് പറയും, എനിക്ക് കുറച്ച് സംസാരം കൂടുതലാണ്. കണ്ണിലൂടെ ഒക്കെ പൊട്ടി ഈ സാധനം വെച്ചിട്ടാണ് ഞാനിത് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ പെയിൻറ്റിങ് ഇഷ്ടമായി, ഏത് ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ബുക്കുകൾ, കൊടക്കാള ബുക്കുകളാണ്, ഇതിൽ പഠിക്കാനുള്ള ബുക്കുകളും ഉണ്ട്, മീൻസ് ഡിക്ഷണറി അങ്ങനെ. പിന്നെ ഇതിനുള്ളിൽ നമ്മുടെ സെറ്റുകളാട്ടോ ഞാൻ കാണിച്ചു തരാം. ബാർബി സെറ്റ് ഉണ്ട്, പിന്നെ തുണി ബുക്കുകളുണ്ട്, പിന്നെ കട്ടുണ്ട്, കിച്ചൺ സെറ്റ് ഉണ്ട്, മേക്കപ്പ് സെറ്റ് ഉണ്ട്, ഡോക്ടർ സെറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഇതാട്ടോ ഈ സ്റ്റിക്കേഴ്സ് ഞാൻ പറഞ്ഞത്, ഇത് ലാസ്റ്റ് ഷീറ്റാണ്. നമുക്കിതിലാകെ കൂടി 4 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് തരില്ല, ഞാൻ തരില്ല, എനിക്ക് തന്നെ വേണം. അപ്പം നമ്മുടെ ഈ കുഞ്ഞു റൂമിൽ ഇത്ര തന്നെയാണല്ലോ, പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇത്രയൊന്നുമില്ല. അപ്പം നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ റൂമിലുള്ളത്. 2 പെട്ടിയുണ്ട് കേട്ടോ. ഈ പെട്ടി നമുക്ക് വെറുതെ ഇതിൻ്റെ ഉള്ളൊന്നുമില്ല. പിന്നെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാവേ. ഗൈസ് മേലെ കണ്ടോ ഗൈസ്, നമ്മുടെ ക്രിസ്മസ് ട്രീ, നമ്മുടെ നക്ഷത്രങ്ങളൊക്കെ ഇവിടെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയണം കേട്ടോ. അതുപോലെ തന്നെ അതുപോലെ ഇതാ ഗിഫ്റ്റ് ബോക്സ് മിന്നുമോൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ സ്കിറ്റിന് യൂസ് ചെയ്യാൻ വെച്ചതാണ്. ഇനി ആവശ്യം വരുമ്പോൾ നമുക്ക് ആക്കാം. ഇതെടുത്തോടത്ത് തന്നെ വെക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അപ്പോൾ പിന്നെ നമ്മുടെ ഇവിടെ റൂമിൽ കർട്ടൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട്. ഞാൻ കർട്ടൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് നല്ല പ്രകാശത്തിലാവില്ലേ. ഇനി ഇത് ഇരട്ടാക്കി തരണം. പ്രകാശം ചെറുതായി കുറഞ്ഞു വരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് നേരെ മേലെ ഇത് നമുക്ക് ഒരു പകുതിയിൽ വെക്കാട്ടോ. ബ്രൗൺ ടീമിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത്. പിന്നെ ഈ കയ്യാര വെച്ച് നിങ്ങൾക്ക് പണ്ട് സംശയമാണ്, ഇപ്പോൾ സംശയമാണ്. കുറച്ച് കാലമായി ഏതെങ്കിലും കുഞ്ഞു പിള്ളേർ വന്ന് വെച്ചിട്ടുണ്ടാവും. എത്ര ഫിംഗേഴ്സാ? 1 2 3 4 5 6 7 ഫിംഗേഴ്സ്, 7. അപ്പോൾ പിന്നെ ഇതാ ഈ മാക്ക് കണ്ടില്ലേ. പിന്നെ ഇതെൻ്റെ ഉണ്ണിയുടെ ഐഡിയ കേട്ടോ, മിന്നുമോളുടെ ഐഡിയ ആണ്, സ്പെഷ്യൽ ഐഡിയ. ഈ താറാവുണ്ടല്ലോ ഇവിടെ ലൈറ്റ് ഓൺ ആക്കിയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഓൺ ആകുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ മെർമെയ്ഡ് ഇരുന്ന് ബുക്ക് വായിക്കും. എന്താണ് അങ്ങനെ ഇവിടെ ഒട്ടിച്ചുള്ള ഓരോ സ്റ്റിക്കേഴ്സിനും കഥയുണ്ട്. ഈ മതിലത്തെ സ്റ്റിക്കേഴ്സിനൊന്ന് വലിയ കഥയൊന്നുമില്ല. കിട്ടുന്നു ഇതുണ്ടല്ലോ, ഇവിടെ ആരെങ്കിലും ഇത് കട്ടുണ്ടോ പോയാലോ അതിന് കാവൽക്കാർ. ഇവിടെ നിങ്ങൾ ബാത്റൂമിലേക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ. പിന്നെ ഇത് നമ്മുടെ ഹെലോ ബേക്ക്, എനിക്കുണ്ടായിരുന്നു എൻ്റെ പിങ്ക്, ഞാൻ ആശാക്കി എൻ്റെ കയ്യിലൊക്കെ. പിന്നെ ഞാൻ വേറൊരു ഫ്ലവർ കാണിച്ചു തരാമേ. രാത്രി കഷ്ടപ്പെട്ടിരുന്നുണ്ടാക്കിയതാണ്, ഞാനല്ല മമ്മിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഡാൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേറൊരു അവാർഡ് പോലത്തെ ഒരു സാധനമുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതെൻ്റെ ഡാഡിക്ക് കിട്ടിയുള്ളതാട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യാത്തവർക്ക് ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറയും, നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് കൂട്ടട്ടെ. ഒരു 1000 ഒന്ന് കിടക്കാം. 1 million അടിക്കേണ്ടതാണ് നമുക്ക്. ഭാവിയിലെ യൂട്യൂബേഴ്സാണ് ട്രെയിൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.